ഇല്ലായിരുന്നെങ്കിൽ മോഹൻ സാറും ഇന്നസെൻ്റ് ആയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരു ഇടവേള ബാബു ഉണ്ടാവില്ല. യാദൃശ്ചികമായി ഒരു സിനിമക്കാരനായ ആളാണ് ഞാൻ. ഇരിങ്ങാലക്കുടയിൽ അല്പം കുസൃതികളും ക്രൈസ്തവളയിൽ അല്പം വില്ലനുമായിരുന്ന എന്നെ ഒരു നിമിഷം ഏതോ നോട്ടത്തിൽ ഇന്നസെൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ പൽപ്പന സാറിൻ്റെ കഥാപാത്രമാവാൻ അന്വേഷിച്ച് നടന്നപ്പോൾ കണ്ടെത്തിയ ഒരാൾ മോഹൻ സാറിൻ്റെ അയൽപ്പക്കക്കാരനാണ്. പക്ഷെ ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ഇടവേളയിൽ ഷൂട്ടിങ്ങിനായിട്ട് ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓഡീഷന് ചെല്ലുമ്പോഴാണ്. സാറുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്കെന്നെ അറിയില്ല. കാരണം സാറ് എന്നൊരു ശിഷ്യനായിട്ടാണോ കണ്ടേ അതൊരു മകനായിട്ടാണോ കണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് വളരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന, എന്നാൽ ഏറ്റവും എനിക്ക് പേടിയുള്ള ഒരു സംവിധായകനാണ് മോഹൻ സാർ. കാരണം അദ്ദേഹം കൊണ്ടുവന്ന നടീനടന്മാരിൽ എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇടവേളയിൽ തന്നെ നിൽക്കുകയാണ്. 1982 ഇടവേള റിലീസ്. മെയ് 24 റിലീസ് ചെയ്യുന്നത്. 81 ഡിസംബർ 17 ഇടവേളയുടെ ആദ്യത്തെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ഞാനതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തൊരാളുമാണ്. ഞാൻ സാറിനോട് എടുത്തപ്പോൾ പറഞ്ഞു, സാറേ ഞാൻ 2-3 ദിവസം നോക്കാം, പറ്റിയില്ലെങ്കിൽ ഞാൻ പോയിട്ടു എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു വരും. കാരണം എൻ്റെ അമ്മ ഒരു നൃത്താധ്യാപികയായിരുന്നു.